കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ CH ഹാരിസ് ഇന്ന് മറുപടി നൽകും. ആരോഗ്യ സെക്രട്ടറിക്ക് നേരിട്ടാണ് മറുപടി നൽകുക. അതിന്റെ ഉപകരണങ്ങളുടെ ക്ഷാമം ഇപ്പോഴും ഉണ്ടെന്നും അടിമുടി വ്യാജമായ വിദഗ്ധ സമിതി റിപ്പോർട്ട് തന്നെ അവഹേളിക്കാനാണെന്നും ഡോക്ടർ ഹാരിസ് ഇന്നലെ വീണ്ടും പറഞ്ഞത് സർക്കാരിനെ അമർഷത്തിലാക്കിയിട്ടുണ്ട്. പൊതുയിടത്തിലെ തുറന്നു പറച്ചിൽ ചട്ടലംഘനമാണെന്ന് കണ്ടെത്തി വിശദീകരണം ചോദിച്ച ശേഷവും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡോക്ടർ ഹാരിസ് തുറന്നടിച്ചു. നമ്മളിപ്പോൾ ESW എന്ന് പറഞ്ഞ ഉപകരണം 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഞാനത് മെമ്മോയിൽ അദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളത് 10 വർഷവും ഏതാണ്ട് 4,000 രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര രോഗികൾക്ക് അപ്പോൾ ESW ഉപയോഗിക്കേണ്ടതാണ്. അതിപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ആ മെഷീൻ ഇല്ല. അത് നമ്മളതിൻ്റെ പുറകെ ഓടുകയാണ്. ഈ കഴിഞ്ഞ ഇപ്പോൾ HDS കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് തന്നെ വർഷം 1 കഴിഞ്ഞു. അത് ഇതുവരെ ആ മെഷീൻ എത്തിയിട്ടില്ല. വിദഗ്ധ സമിതി അടിമുടി വ്യാജ റിപ്പോർട്ട് നൽകി തന്നെ അവഹേളിച്ചുവെന്നും ഡോക്ടർ ഹാരിസ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. എന്തു നടപടി വന്നാലും സ്വീകരിക്കുമെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ നിലപാട്. ഡോക്ടർമാരുടെ സംഘടനയുടെ പിന്തുണ പോലും തനിക്ക് വേണ്ടെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു വെക്കുമ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഡോക്ടർ ഹാരിസ് എന്നും വ്യക്തം. നടപടി ഉണ്ടായാൽ നിയമപരമായി നീങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ജോലിയല്ല എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വേറെയാണ്. എനിക്കത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യാനുള്ള ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിയമവശങ്ങൾ തേടാനും അതിനകത്ത് വേറെ പോകാനും ഒന്നും ഉള്ള സമയവും ഇല്ല, അതിനുള്ള ആവശ്യവും ഇല്ല. അത് നമ്മൾ വേറെ മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കും. വിദഗ്ധ സമിതിക്ക് മുൻപാകെ താൻ നൽകിയ തെളിവുകളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന ഡോക്ടർ ഹാരിസ് അതിന്റെ എല്ലാ പകർപ്പ് വീണ്ടും മറുപടിയിൽ ആരോഗ്യ സെക്രട്ടറിക്ക് നൽകുമ്പോൾ ആരോഗ്യ സെക്രട്ടറി അത് പരിഗണിക്കുമോ എന്നുള്ളതും സംശയമാണ്. ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വരെ താൻ കാര്യങ്ങൾ അറിയിച്ചിരുന്നതാണെന്നും ഹാരിസിന്റെ തുറന്നു പറച്ചിലുണ്ട്. ആവർത്തിച്ചുള്ള ചട്ടലംഘനത്തിന് നടപടിയെടുക്കണമെന്ന നിർദ്ദേശം കിട്ടിയാൽ താക്കീതിൽ നിന്ന് മാറി നടപടി ഉണ്ടായേക്കും. ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടായാൽ സമരം നടത്തുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തനിക്കൊരു സംഘടനയുടെയും പിൻബലം വേണ്ടെന്ന ഡോക്ടർ ഹാരിസിന്റെ നിലപാട് സർക്കാർ പിടിവള്ളിയാക്കിയേക്കും. വിദഗ്ധ സമിതി റിപ്പോർട്ട് തന്നെ അടിമുടി വ്യാജമാണെന്ന് ഡോക്ടർ ഹാരിസ് തുറന്നടിക്കുന്നു. എന്തായാലും നിയമപരമായി പോരാടാനില്ല, എന്ത് നടപടി വന്നാലും സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ പുതിയൊരു പോർമുഖം കൂടി തുറക്കുകയാണ് ഡോക്ടർ ഹാരിസ്. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.